ഓ കണ്ടില്ല, ആ ഭാഗത്തേക്ക് പോയി. കൂടുതൽ ബഹളം ഉണ്ടാക്കിയ നിന്നെ ഇവിടെ വെച്ച് തീർക്കും ഞങ്ങള്. പെട്ടെന്ന് വണ്ടി എടുക്കണം, പെട്ടെന്ന് വണ്ടി എടുക്കണം. അവൻ ഇറങ്ങി വരുന്നതിന് മുമ്പ് പോണം. പ്രിയങ്ക, ഇതാര്? തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണനോ? താങ്കൾ എന്നെ തേടി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ഏതായാലും സന്തോഷം. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കാം. പെട്ടെന്ന് വണ്ടി എടുക്ക്. ശ്രമിക്കല്ലേ, എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. ഈ പുള്ളി സ്റ്റാർട്ട് ആവുന്നില്ല. എടാ നീ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യ്. അവൻ പുറത്തു വരുന്നതിന് മുമ്പ് ഇവിടെ പോണം. എടാ വേഗം എന്തെങ്കിലും ചെയ്യ്. അയ്യോ, ഐ എം സോറി 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 സോറി. ചായയോ കോഫിയോ? ഞാൻ ഒന്നും ചോദിച്ചില്ല. സത്യം പറഞ്ഞ ആനന്ദിനെ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോ അതിന്റെ സന്തോഷം കൊണ്ട് എന്റെ കൈയും കാലും ഒന്നും ഓടുന്നില്ല. അതാ ഞാൻ ചോദിക്കാൻ മറന്ന്. സന്തോഷം കൊണ്ടോ അതോ ഭയം കൊണ്ടോ? മനസ്സിലായില്ല. മൈ ഗോഡ്, ഭയമോ? അതും എന്നായാലും എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആനന്ദ് കൃഷ്ണനെ കണ്ടിട്ട് പ്രിയങ്ക വർമ്മയ്ക്ക് ഭയം. നടന്നത് തന്നെ മതി. ഞാനിപ്പോ വന്നത് നിന്റെ ഗീർവാണം കേൾക്കാനല്ല, ഒരു കാര്യം അറിയാനാ. നീ കല്യാണി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? അയ്യേ, കല്യാണി ഒളിപ്പിക്കാണോ? എന്തൊക്കെ ആനന്ദ ഈ പറയുന്നേ? തൃച്ചംബരത്ത് അടുക്കളക്കാരിയെ എന്റെ വീട്ടിൽ അന്വേഷിക്കേണ്ട കാര്യം എന്താ? ദിസ് ഈസ് റെഡിക്കുലസ്. സ്റ്റോപ്പ് ഇറ്റ്. നീ വെറുതെ അയ്യോ പാവം കളിക്കണമെന്നില്ല. പല പ്രാവശ്യം കല്യാണിയുടെ വിഷയത്തിൽ ഞാൻ നിനക്ക് വാർണിംഗ് തന്നിട്ടുള്ളതാ. വൺ ലാസ്റ്റ് ടൈം. ഇപ്പൊ സൗഹൃദത്തിന്റെ ഭാഷയിൽ പറയുക, കല്യാണിയെ തിരിച്ചു തന്നേക്ക് പ്ലീസ്. നീ ആളിനെ വെച്ച് അവളെ കടത്തിയതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടായി ചോദിക്കുന്നത്. ഇറങ്ങി ചെന്ന് നോക്ക്. വേഗം ഓട്ടറാ. No, 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 no. You are totally mistaken, Mr. Anand Krishnan. അങ്ങനെ ആളിനെ വെച്ച് കടത്തിക്കൊണ്ട് പോകണമെങ്കിലേ ഞാൻ കടത്തേണ്ടത് നിന്നെയാ. ബിക്കോസ് എനിക്ക് വേണ്ടത് ആനന്ദിനെയാണ്, അല്ലാതെ ആ വൃത്തികെട്ട അടുക്കളക്കാരിയല്ല. സി പ്രിയങ്ക, എന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. അത് നീ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കല്യാണിയെ നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് അറിയണം. പറ, കല്യാണി എവിടെയാ? സോറിയാണ്. കല്യാണിയെ കണ്ടുപിടിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ നിന്നിങ്ങനെ സമയം കളയേണ്ട കാര്യമില്ല. ബെറ്റർ മറ്റെവിടെയെങ്കിലും പോയി തിരക്കുന്നതായിരിക്കും. കല്യാണി ഉള്ള സ്ഥലം വിട്ട് മറ്റുള്ള സ്ഥലത്ത് തേടിയിറങ്ങാൻ എനിക്ക് ബുദ്ധിപരമൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്കറിയാം അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. ആനന്ദ്, ഇരിക്കട്ടെ അവിടെ. എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കാറിൽ ആളില്ലായിരുന്നല്ലോ. ഇനി കല്യാണി അതിലായിരിക്കോ?
അടങ്ങിയിരിക്കാൻ. ഭഗവാനെ, വിഘ്നേശ്വര, സിദ്ധിവിനായക, നിനക്കേ അറിയാവൂ ഈ ലോകത്ത് എവിടെ എന്ത് സംഭവിക്കുന്നു എന്ന്. നീ വിചാരിച്ചാലേ അതിനുള്ള പരിഹാരവും ഉണ്ടാവും. ഈ കുടുംബത്തോട് ഒരുപാട് കൂറുള്ള ഒരു പാവം പെണ്ണ കല്യാണി. അവളെ കാണാനില്ല. അവളിപ്പോ എവിടെയാണെന്ന് നിനക്കേ അറിയാവൂ. ഇളയച്ചൻ തൃച്ചംബരത്തൊരു അപമൃത്യു ഉണ്ടാവുമെന്ന് പ്രവചിച്ചിട്ടാ മടങ്ങിയത്. പ്രാർത്ഥന മാത്രമാണൊരു പരിഹാരമെന്നും പറഞ്ഞു. ഞാനിപ്പോ നിന്റെ മുന്നിൽ ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കുക. അമ്മ പോലും ഇല്ലാത്ത ആ പാവം പെൺകുട്ടിക്ക് ഒരാപത്തും വരുത്തരുത്. വിഘ്നേശ്വര, സിദ്ധിവിനായക, മഹാഗണപതി, നീ തന്നെ കാത്തോളണം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ത ജന്മഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഗം ഗണപതേ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. ഓം മഹാഗണപതേ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. അനിയൻകുട്ടാ, ആഹാ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ദേ, അനിയൻകുട്ടി ഒന്ന് എഴുന്നേറ്റേ. കൊറേ നേരമായിട്ട് ഇതേ ഇരിപ്പായിരുന്നെന്ന് തോന്നുന്നല്ലോ. അയ്യേ, കരയുകയാണോ മോൻ? കൊള്ളാം, ആമ്പിള്ളേരിങ്ങനെ കരയോ? നാണക്കേട് തന്നെ. ദേ, കല്യാണി ഇപ്പൊ ഇങ്ങെത്തില്ലേ? മോന് സുജാതേച്ചി അത്താഴം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട, വിശപ്പില്ല. എനിക്ക് ചേച്ചി എവിടെയാണെന്ന് അറിഞ്ഞാ മതി. അത് ഉടൻ അറിയില്ലേ? അതിനല്ലേ ദാസേട്ടൻ ഉൾപ്പെടെയുള്ള ആണുങ്ങൾ തിരയാൻ പോയിരിക്കുന്നത്. ദേ, കല്യാണി എപ്പോഴും പറയുന്ന പുലിക്കുട്ടി ഇപ്പൊ ഈ സുജാത പറയുന്നത് അനുസരിക്ക്. നീ ആഹാരം കഴിക്ക്, ഇല്ലെങ്കിൽ ചേച്ചിക്ക് സങ്കടമാവും. ദേ, ഇങ്ങോട്ട് നോക്ക്. കല്യാണി ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇങ്ങനെ പോകുന്നത്. വലിയ കുഞ്ഞോ അനിയൻ കുഞ്ഞോ ദാസേട്ടനോ ആരെങ്കിലും ഇപ്പോ കല്യാണിയായിട്ട് വരും. അതുവരെ മോനിങ്ങനെ പഷ്ണി കിടക്കാൻ പാടില്ല. മോൻ ആഹാരം കഴിക്ക്. മോൻ വായ തുറക്ക്. മാഡം, ആനന്ദിന്റെ കാർ പുറകിലുണ്ടോ? ഏയ് ഇല്ല മാഡം.
സൂക്ഷിക്കണം. ആനന്ദ് പിന്നാലെ ഉണ്ടാകും. ഏതായാലും ആനന്ദ് തിരയാത്തൊരു വഴി ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ശരി മേഡം. ചുവടൊന്ന് പിഴച്ചാൽ കാലന്റെ കയറാവും കഴുത്തിൽ. എല്ലാം കേട്ടില്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല മേഡം. അപ്പൊ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വിളിക്കും. ശരി മേഡം. ഒന്നും പാളിപ്പോകാൻ പാടില്ല. വളരെയധികം സൂക്ഷിക്കണം. അഖിലാണ്ടേശ്വരിയുടെ വീടാണെന്ന് ഓർമ്മ വേണം. ശരി മേഡം. വാ, ടാങ്ക് നോക്കാം. വെള്ളം കുറവാണല്ലോ. ശരിയാ, മേഡത്തിന് വിളിക്കാം. ആ, എവിടെ എത്തി നിങ്ങള്? അകത്ത് ടാങ്കിനടുത്ത് വന്നു മേഡം. വളരെ ശ്രദ്ധിച്ചു വേണം. ഏതായാലും ആ ഭാഗത്തെ ക്യാമറ വർക്കിംഗ് അല്ല. അവള് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? പ്രശ്നമാണ് മേഡം. ഞങ്ങൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ടാങ്കിൽ അല്പം വെള്ളം മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ മുന്നിൽ ഒരു ടാപ്പുണ്ട്. അതാദ്യം തുറക്കണം. അപ്പൊ വെള്ളം പൊയ്ക്കോളും. ഒപ്പം അവളെ അകത്ത് തള്ളിയിട്ടേക്ക്. വീഴ്ചയിലോ അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞോ അവളുടെ ബോധം പൊയ്ക്കോളും. ടാങ്കിന്റെ മൂടി മുഴുവൻ അടയ്ക്കണ്ട. ശ്വാസം കിട്ടാതെയല്ല, വെള്ളം കുടിച്ചു വേണം അവള് മരിക്കാൻ. ശരി മേഡം, അങ്ങനെ ചെയ്യാം. അറിയാലോ, വളരെ ശ്രദ്ധിച്ചു വേണം. തൃച്ചംബരത്തെ ചുവരുകൾക്ക് പോലും കാതും കണ്ണും ഉള്ളതാ. അവളെ ടാങ്കിനകത്തേക്ക് തള്ളിയിട്ട ശേഷം വീണ്ടും വിളിക്കണോ എന്നെ? ശരി മേഡം. വാ. മൂടിയെടുക്ക. മേഡം, എല്ലാം ഓക്കെയാണ്. അവളുടെ ബോധം പോയെന്നാ തോന്നുന്നു. വെരി ഗുഡ്. ഇനി ആ തുറന്നു വിട്ട് ടാപ്പ് അങ്ങ് അടച്ചേക്ക്. രാവിലെ വെള്ളം ഇല്ലെന്നറിയുമ്പോ ആരെങ്കിലും മോട്ടോർ ഓണാക്കും. അതോടെ കല്യാണി ആ ടാങ്കിൽ നിറയുന്ന വെള്ളത്തിൽ മുങ്ങി ചത്തോളും. ആരും അറിയില്ല, ഞാൻ വിളിച്ചു പറയുന്നത് വരെ. ഇനി അധികം അവിടെ നിന്ന് തിരിയണ്ട.
പെട്ടെന്ന് ആ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. ശരി മേഡം. വാടാ, വണ്ടി എടുക്കും. പ്രത്യക്ഷ ലോക നിർമ്മിതമായ പഞ്ചഭൂതങ്ങളിൽ ഒന്നുകൊണ്ടാകും മരണം സംഭവിക്കുക. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അതിൽ ശീത സ്വഭാവമുള്ള ജലത്തെ വേണം കൂടുതൽ സൂക്ഷിക്കാൻ. ഭഗവാനെ, ദുശകുനമാണല്ലോ ഈ കാണുന്നത്. പൂജാമുറിയിലെ തീർത്ഥജലത്തിൽ ഒരു മൃതശരീരം. ഇതും ഇളയച്ചൻ പറഞ്ഞതും വെച്ച് നോക്കുമ്പോ ഇവിടെ സംഭവിക്കാൻ പോകുന്ന അപമൃത്യുവും ഭഗവാനെ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഹലോ, നൈസ് ടു മീറ്റ് യു അഗൈൻ. നീ? അതെ, ഞാൻ. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഡബിൾ റോൾ അല്ല, ഞാൻ പ്രിയങ്ക തന്നെയാണ്. ആനന്ദ് കൃഷ്ണൻ വിവാഹ മണ്ഡപത്തിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ട അതേ പ്രിയങ്ക വർമ്മ. ഈ വണ്ടിയും തേടിയുള്ള നിന്റെ അലച്ചിൽ അവസാനിപ്പിക്കാൻ കാത്തു നിന്നതാ. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമായി. തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ ഈ പ്രിയങ്ക വർമ്മയ്ക്ക് ഇറങ്ങാൻ കാറിന്റെ ഡോറ് തുറന്നു തന്നല്ലോ. ഐ എം വെരി മച്ച് പ്ലീസ്ഡ് വിത്ത് യു. വല്ല വരവും വേണമെങ്കിൽ ചോദിക്കാം. ചോദിക്കാനുള്ളത് വരവല്ല, ചോദ്യോ. പറയടി, നീ ഈ വണ്ടിയിൽ കടത്താൻ പറഞ്ഞ കല്യാണി എവിടെ? സോറി, കല്യാണിയുടെ കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ വിഷയമാണ്. ഐ എം ഹെൽപ്ലെസ്. നീ വേണമെങ്കിൽ പോലീസിനോടൊന്ന് അന്വേഷിക്കാൻ. പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ. ഇതൊരു പബ്ലിക് റോഡല്ലേ? ഞാനൊന്ന് കരഞ്ഞ് നൈറ്റ് പെട്രോളിംഗുകാർ വന്ന് വണ്ടി ചവിട്ടി നിർത്തിയാ
മാനം പോകുന്നത് തൃച്ചമ്പരത്തുകാർക്കാ. എന്താ അത് വേണോ നിനക്ക്? That's my good boy. ഏതായാലും എനിക്കറിയില്ലെന്ന് പറഞ്ഞാലും നീ വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ ആ സത്യം ഒന്ന് തുറന്നു പറയാം. കല്യാണിയെ തട്ടിക്കൊണ്ടുപോയത് ഞാൻ തന്നെയാണ്. ഇപ്പൊ അവളെ ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിട്ടുമുണ്ട്. എന്താ അത്ര അറിഞ്ഞ പോരെ? പ്രിയങ്ക വേണ്ട, ഈ കളി നല്ലതിനല്ല നീ കളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാ, നിനക്ക് പക തൃച്ചമ്പരത്തുകാരോടാ. അതിനാ പാവം കല്യാണിയെ ബലിയാടാക്കേണ്ട കാര്യമില്ല. അവളെ വെറുതെ വിട് പ്ലീസ്. സോറി. ഈ പ്രിയങ്ക വർമ്മയുടെ കയ്യിൽ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് അയച്ചത് ഓർമ്മയില്ലേ നിനക്ക്? ഇത് അതേ നാണയത്തിൽ ഒരു തിരിച്ചടിയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കും, ഈ പ്രിയങ്ക വർമ്മയുടെ ശരീരത്തിൽ ഓടുന്നത് ക്ഷത്രിയ രക്തമാണെന്ന്. തൃച്ചമ്പരത്തുകാരെ കുടുംബത്തോടെ കൈവിലങ്ങ് അണിയിച്ച് ജയിലിലേക്ക് അയക്കാനാ ആ അടുക്കളക്കാരിയായ കല്യാണിയെ ഞാൻ തട്ടിക്കൊണ്ടുവന്നത്. നാളെ സൂര്യൻ ഉദിക്കുമ്പോ നിങ്ങൾക്ക് കല്യാണിയെ തിരികെ കിട്ടും. ജീവനോടെ അല്ല, ശവമായിട്ട്. അവളുടെ മരണത്തിന് നിങ്ങളെ കുടുംബസമേതം അഴി എണ്ണിക്കും ഞാൻ. ആഗ്രഹം കൊള്ളാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇതെന്നും നിന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിട്ട് മാത്രമേ നിലനിൽക്കൂ. നോ, എന്റേത് വെറും ആഗ്രഹം മാത്രമാണോന്ന് ഈ രാവ് തീരുമാനിക്കും. നേടുമെന്ന വിശ്വാസം മനസ്സിലുള്ളപ്പോ തോൽക്കുമെന്ന ഭയം പേരിന് പോലും ഇല്ല എനിക്ക്. ഈ കാണിക്കുന്ന ആവേശം ആനന്ദ് കൃഷ്ണന്റെ വെറും ആർഭാടം മാത്രമല്ലെങ്കിൽ അവസാന ശ്വാസം നിലയ്ക്കും മുമ്പ് നീ നിന്റെ കല്യാണിയെ രക്ഷിക്കുക. ക്ഷത്രിയൻ എതിരാളിയോട് മരണം ഏത് ആയുധം വെച്ചാണെന്ന് ഓർമ്മപ്പെടുത്തും പോലെ ഞാനിപ്പൊ പറയുക. തൃച്ചമ്പരത്തെ ഇളയ മുത്തശ്ശൻ നടത്തിയ പ്രവചനം പോലെ ശീതസ്പർശമുള്ള വസ്തു കൊണ്ട് തന്നെയാ ആ അടുക്കളക്കാരിയുടെ അവസാനം. തണുത്ത് വിറങ്ങലടിച്ചിട്ട് ചുണയുണ്ടെങ്കിൽ നീ കണ്ടുപിടിക്കേ. ഇപ്പൊ എനിക്ക് പോണം. നാളെ തൃച്ചമ്പരത്തെ ഹാളിൽ വെള്ളം പുതപ്പിച്ചു കടത്തിയ മൃതശരീരത്തിൽ വെക്കാൻ നല്ലൊരു റീത്ത് വാങ്ങിക്കണോ എനിക്ക്. അത് വെക്കുമ്പോ ഞാനൊന്ന് ചിരിക്കും, നിന്നെ കരയിക്കാൻ. അപ്പോ ഗുഡ് നൈറ്റ് പറയുന്നില്ല, ബിക്കോസ് ഐ നോ ഇറ്റ്സ് എ വെരി വെരി ബാഡ് നൈറ്റ് ഫോർ യു. ഐ എം സോറി.